ഗസയിൽ ഇസ്രായേലിൻ്റെ ക്രൂരത തുടരുന്നു. ആളുകളെ ജീവനോടെ കത്തിച്ച റിപ്പോർട്ടുകൾ വരുന്നു. അഭയാർത്ഥികൾ താമസിക്കുന്ന മേഖലകൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഗസയിലെ ജനങ്ങളുടെ സർവനാശമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. പശ്ചിമ റഫയിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന മേഖലയിലാണ് ഇസ്രായേൽ സൈന്യം കനത്ത നാശം വിതച്ചത്. വ്യോമാക്രമണത്തിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ട കേന്ദ്രങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയത്. താൽ അസ് സുൽത്താൻ മേഖലയിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ഗസയിലെ മറ്റിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടിയെത്തിയവരാണ് റഫയിൽ ടെന്റുകളിൽ താമസിച്ചിരിക്കുന്നവർ. ഇവർക്ക് നേരെയാണ് വ്യോമാക്രമണം നടത്തിയത്. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റെഡ് ക്രോസ് അറിയിച്ചു. റഫ ആക്രമണത്തെ കൂട്ടക്കുരുതിയെന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് ആയുധവും പണവും നൽകുന്ന US-ഉം കൂട്ടക്കുരുതിക്ക് ഉത്തരവാദികളാണെന്ന് ഹമാസ് നേതാവ് സാമി അബു സുഹാരി പറഞ്ഞു. അതേസമയം ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണമാണിതെന്ന് സൈന്യം പറഞ്ഞു. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയതാണ് ആക്രമണം. ആക്രമണത്തെ തുടർന്നുള്ള തീപിടുത്തത്തെക്കുറിച്ച് അവലോകനം ചെയ്യുകയാണെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ടെന്റുകൾക്ക് തീപിടിച്ചതോടെ ഇവയ്ക്കുള്ളിലുണ്ടായിരുന്ന നിരവധി പേർ ജീവനോടെ കത്തുകയായിരുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഗാസയിലെ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം വ്യാപകമായി ആക്രമണം നടത്തുകയാണ്. റഫയ്ക്ക് പുറമെ ജബലിയ, നുസൈറത്ത് അഭയാർത്ഥി പ്രദേശങ്ങളിലും ഗസ സിറ്റിയിലും ആക്രമണം നടത്തി. 24 മണിക്കൂറിനിടെ 160-ലേറെ പേർ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ഗാസയ്ക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ കുറഞ്ഞത് 35,984 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 80,643 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണം 1139 ആണ്. ഡസൻ കണക്കിന് ആളുകൾ ഇപ്പോഴും തടവിലാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ വീണ്ടും ഹമാസ് മിസൈൽ ആക്രമണം നടത്തി. ഇസ്രയേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെൽ അവീവ് ലക്ഷ്യമിട്ട് റഫയിൽ നിന്നാണ് ഹമാസ് മിസൈലുകൾ തൊടുത്തത്. 8ഓളം മിസൈലുകളാണ് ഹമാസ് തുടരെ തൊടുത്തതെന്നാണ് റിപ്പോർട്ട്. ടെൽ അവീവിൽ വലിയ മിസൈൽ ആക്രമണം നടത്തിയെന്ന വിവരം ഹമാസിന്റെ സൈനിക സേനയായ ഇസദിൽ അൽ ഖസാം ബ്രിഗേഡ് തങ്ങളുടെ ടെലഗ്രാം ചാനൽ വഴി പങ്കുവച്ചിട്ടുണ്ട്. മിസൈലുകളിൽ പലതിനെയും ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ വ്യാപാര സമുച്ചയങ്ങൾ നിറഞ്ഞ നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾ കേടുപാടുകൾ സംഭവിച്ചതാണ് വിവരം. ഹെർസ്ലിയ, പേറ്റോ ടീക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് റോക്കറ്റ് സൈറണുകൾ മുഴങ്ങി. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.